നിതീഷ് കുമാറിന്റെ എൻഡിഎ പ്രവേശനത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകും. നിതീഷ് കൂടി പങ്കെടുക്കുന്ന എൻഡിഎ യോഗം പട്നയിൽ ചേരും. ബീഹാർ ചുമതലയുള്ള ബിജെപി ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിതീഷ് രാജിവെച്ചാൽ വൈകുന്നേരത്തോടെ നിതീഷ് നയിക്കുന്ന എൻഡിഎ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകും. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഇന്ന് രാവിലെയുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൌതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൌതം, ഈ പാർട്ടിയിൽ നിന്നുള്ള സമ്മർദ്ദവും ജനങ്ങളുടെ പൊതുവികാരവും നിതീഷിന്റെ മുന്നണിയിലേക്കുള്ള എൻഡിഎ മുന്നണിയിലേക്കുള്ള മടങ്ങിവരവിന് വഴിവെച്ചു എന്നുള്ളതാണല്ലോ സൂചനകൾ കിട്ടുന്നത്. എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിലെ വലിയൊരു മാറ്റം മാത്രമല്ല, ഈ എൻഡിഎ മുന്നണിയുടെ ഒരു പരാജയം കൂടി വെളിവാകുന്ന ഈ ഒരു മാറ്റം എങ്ങനെ നോക്കിക്കാണണം? ലക്ഷ്മി, ഇന്ന് തന്നെ ഒരുപക്ഷെ ഔദ്യോഗികമായി നിതീഷ് കുമാർ എൻഡിഎയുടെ ഭാഗമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് എൻഡിഎ യോഗം പട്നയിൽ ചേരും. ആ യോഗത്തിൽ നിതീഷ് കുമാർ പങ്കെടുത്തേക്കും. ജനവികാരം വലിയ തോതിൽ തനിക്ക് എതിരാണ് എന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് നിതീഷ് കുമാറിന്റെ ഇപ്പോഴത്തെ മനംമാറ്റം. അടുത്ത കാലത്താണ് ഇദ്ദേഹം എൻഡിഎ ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസും അതോടൊപ്പം തന്നെ RJD ഉൾപ്പെടെയുള്ള കക്ഷികളുമായി സർക്കാർ രൂപീകരിക്കുന്നത്. മാത്രമല്ല, ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ എൻഡിഎ മുന്നണിയുടെ തുടക്കം തന്നെ ബീഹാർ തലസ്ഥാനമായ പട്നയിൽ നിന്നായിരുന്നു. അത്തരമൊരു മുന്നണി രൂപീകരിക്കുകയും അതിന് ചുക്കാൻ പിടിക്കുകയും ചെയ്തത് നിതീഷ് കുമാറാണ്. അങ്ങനെയുള്ള നിതീഷ് തന്നെ ഇപ്പോൾ എൻഡിഎ മുന്നണി ബന്ധം ഉപേക്ഷിച്ച് എല്ലാ പ്രതിപക്ഷ പാർട്ടികളുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് വീണ്ടും എൻഡിഎയിലേക്ക് മടങ്ങിയെത്തുന്നു. എന്തായാലും ഇന്ന് ഉച്ച കഴിഞ്ഞ് ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം എൻഡിഎ യോഗത്തിൽ തന്നെ ഉണ്ടായേക്കും. ഒന്നെങ്കിൽ നിതീഷ് കുമാർ രാജിവെക്കാതെ RJD മന്ത്രിമാരെ ഒഴിവാക്കി ആ സ്ഥാനത്തേക്ക് BJP മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. അതല്ലെങ്കിൽ ഗവർണറെ കണ്ട് രാജിക്കത്ത് നൽകിയ ശേഷം വീണ്ടും നിതീഷിന്റെ നേതൃത്വത്തിൽ തന്നെ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. എന്തായാലും പട്നയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നത് BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെയ്ക്കാണ് ബീഹാറിന്റെ സംഘടനാ ചുമതലയുള്ളത്. ബീഹാറിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഭാരിയും വിനോദ് താവ്ഡെ തന്നെയാണ്. അതിനാൽ താവ്ഡെ നിലവിൽ പട്നയിൽ ക്യാമ്പ് ചെയ്യുകയാണ്. ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് തന്നെ എൻഡിഎ പ്രവേശനം ഉൾപ്പെടെ നടത്തി വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ബീഹാറിൽ എൻഡിഎ സർക്കാരിന്റെ അധികാരമേൽക്കൽ അത് ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന. ലക്ഷ്യം ഗൗതം, ഈ പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്തൊക്കെയാണ് നിതീഷിനെ എൻഡിഎ മുന്നണിയിലേക്ക് എത്തിച്ചത്. പക്ഷേ കോൺഗ്രസ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉയർത്തിക്കാട്ടി അദ്ദേഹത്തെ അപമാനിച്ചു. അതുകൂടിയാണ് ഈ ഒരു അസ്വാരസ്യത്തിന് വഴിവെച്ചത് എന്നുണ്ടല്ലോ. എന്തായാലും ഭാരത് ജോഡോ ന്യായ് യാത്ര ബംഗാളിലെത്തിയതോടെ മമതാ ബാനർജി അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ബീഹാറിൽ നിന്ന് ഇത്തരത്തിലുള്ള തിരിച്ചടി ഭാരത് ജോഡോ ന്യായ് യാത്ര അവസാനിക്കുമ്പോഴേക്കും എവിടെയെല്ലാം എൻഡിഎ മുന്നണിക്ക് പരാജയം ഉണ്ടാകും എന്നുള്ളത് മാത്രമാണെന്ന് തോന്നുന്നു നോക്കിക്കാണേണ്ടത്. ലക്ഷ്മി, 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നിപ്പോൾ രാഹുലിന്റെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. അസാമിൽ നിന്നും ബംഗാളിലേക്ക് യാത്ര തുടങ്ങുമ്പോൾ പശ്ചിമ ബംഗാളിൽ എൻഡിഎ മുന്നണിയുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു. അവിടെ കോൺഗ്രസുമായി സഹകരിക്കില്ല എന്ന് വ്യക്തമാക്കിയ മമത മുന്നണിക്ക് പുറത്തേക്ക് വന്നു. CPM ആണെങ്കിൽ തൃണമൂലുമായി സഹകരിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ പശ്ചിമ ബംഗാളിൽ അത് പൊളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഈ ന്യായ യാത്ര വരേണ്ടത് ബീഹാറിലേക്കാണ്. പക്ഷെ ബീഹാറിലെ സാഹചര്യം അതിരൂക്ഷമാണ്. പൂർണ്ണമായും മുന്നണിക്ക് പുറത്തേക്ക് ഔദ്യോഗികമായി വന്ന നിതീഷ് കുമാർ ഇന്നിപ്പോൾ BJPയുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കാൻ പോകുന്നു. അങ്ങനെ ഈ എൻഡിഎ മുന്നണി ഏതാണ്ട് പൂർണ്ണമായി തന്നെ തകർന്നിരിക്കുന്നു. മുന്നണിക്ക് രൂപം നൽകിയ നിതീഷ് കുമാർ തന്നെ ആ മുന്നണിയെ തള്ളി BJPയുടെ ഭാഗമാവുകയാണ്. മാത്രമല്ല, മുന്നണിയിൽ പ്രധാനമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള വലിയ തർക്കം, പ്രധാനമന്ത്രി സ്ഥാനാകാമെന്ന നിലപാട് നിതീഷിനുണ്ടായിരുന്നു. മമതാ ബാനർജിക്ക് ഇതേ സ്വപ്നമുണ്ടായിരുന്നു. അരവിന്ദ് കെജ്രിവാളിനുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ആകട്ടെ അത് മറ്റാർക്കും വിട്ടു നൽകില്ല, തങ്ങൾ തന്നെ വേണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷത്തെ നയിക്കാമെന്ന നിലപാടെടുത്തു. ഇതോടുകൂടി ഈ പ്രധാനമന്ത്രി സ്ഥാനമോഹികളുടെ കൂട്ടായ്മയായിട്ടുള്ള എൻഡിഎ മുന്നണി പൂർണ്ണമായി തകരുകയും എല്ലാവരും ഒറ്റയ്ക്ക് നിൽക്കുക, അല്ലെങ്കിൽ എൻഡിഎ പോലെയുള്ള വിജയ സാധ്യതയുള്ള മുന്നണിയിലേക്ക് വരിക എന്ന നിലപാട് ഓരോ മുന്നണികളും സ്വീകരിക്കുകയാണ്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് നിതീഷ് കുമാർ ഇപ്പോൾ എൻഡിഎയിലേക്ക് വരുന്നത്.